സമുദ്രം എന്നത് അജ്ഞാതമായ സംഭവങ്ങളുടെയും വിചിത്രമായ ജീവികളുടെയും ഒരു കലവറ തന്നെയാണ്. വളരെ കുറച്ചു മാത്രമേ സമുദ്രങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുമുള്ളൂ. എന്നിരുന്നാലും മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യകാലം മുതൽക്കേ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആദായം ലഭിച്ചിരുന്നത് സമുദ്രങ്ങളിൽ നിന്നും തന്നെയാണ്. എന്നാൽ സമുദ്രം നൽകിയതിനേക്കാളേറെ അത് തിരിച്ചെടുത്തിട്ടുമുണ്ട്. ഇതിന് കാരണം കൊടുങ്കാറ്റുകളോ കടൽക്കൊള്ളകളോ മറ്റുമാകാം. ഇങ്ങനെ നിഗൂഢമായ ഒരുപാട് രഹസ്യങ്ങൾ സമുദ്രത്തിലുണ്ട്. അതിലൊന്നാണ് 150 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മേരി സെലസ്റ്റ എന്ന കപ്പലിന് സംഭവിച്ച അപൂർവമായ സംഭവം എന്താണെന്ന് ആർക്കും മനസ്സിലാവാത്തത്. അതിനെക്കുറിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. 1861 നിർമ്മിക്കപ്പെട്ട ഈ കപ്പലിന്റെ ആദ്യ പേര് ആമസോൺ എന്നായിരുന്നു. 1861 മെയ് 18 നീരിലിറക്കിയ ശേഷം ഇത് നിരവധി അപകടങ്ങൾ നേരിട്ടു. കന്നിയാത്രയിൽ തന്നെ കപ്പലിന്റെ ക്യാപ്റ്റൻ ന്യൂമോണിയ ബാധിച്ച് മരണമടഞ്ഞു. അങ്ങനെ പല കൈകൾ മാറി ഒടുവിൽ കപ്പൽ ബ്രിക്സ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലേക്ക് കൈമാറപ്പെട്ടു. ഇതിനിടയിലാണ് ഈ കപ്പലിന് മേരി സെലസ്റ്റ എന്ന് പേരിട്ടത്. മേരി സെലസ്റ്റയ്ക്ക് 30 മീറ്റർ നീളവും 198 മെട്രിക് ടൺ ഭാരവും ഉണ്ടായിരുന്നു. 1872 നവംബർ 7 മേരി സെലസ്റ്റ എന്ന കപ്പൽ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ഇറ്റലിയിലെ ജനോവയിലേക്ക് തിരിച്ചു. ക്യാപ്റ്റൻ ബ്രിക്സും ഭാര്യയും 2 വയസ്സായ മകൾ സോഫിയയും ഉൾപ്പെടെ 10 പേർ കപ്പലിലുണ്ടായിരുന്നു. 1700-ലധികം ബാരൽ ഡീനേച്ചർഡ് മദ്യവും കപ്പലിലുണ്ടായിരുന്നു. അടുത്ത 2 ആഴ്ചയിൽ കപ്പൽ അതികഠിനമായ കാലാവസ്ഥയെ നേരിട്ടു. അവസാന ലോഗ് എൻട്രി പ്രകാരം നവംബർ 25 മേരി സെലസ്റ്റ അസോറസിൽ നിന്നും ഏകദേശം 6 നോട്ടിക്കൽ മൈൽ അഥവാ 11 കിലോമീറ്റർ അകലെയായിരുന്നു. മേരി സെലസ്റ്റയിലെ ജീവനക്കാരിൽ നിന്നും രേഖപ്പെടുത്തിയ അവസാന വിവരമാണിത്. ഡിസംബർ 5 ഡെയ്ഗ്രാഷ്യ എന്ന കപ്പലിൽ ക്യാപ്റ്റൻസി വഹിച്ചിരുന്ന ക്യാപ്റ്റൻ മോർഹൌസ് അസോറസിൽ നിന്നും ഏകദേശം 400 മൈൽ കിഴക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സംഘം ഒരു കപ്പൽ വഴിതെറ്റി അലയുന്നതായി കണ്ടെത്തിയത്. ആ കപ്പൽ മേരി സെലസ്റ്റ ആണെന്ന് അവർ പെട്ടെന്ന് കണ്ടെത്തി. ഇത് ക്യാപ്റ്റൻ മോർഹൌസിനെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അപ്പോഴേക്കും കപ്പൽ ജനോവയിൽ സുരക്ഷിതമായി നങ്കൂരമിട്ടിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം തന്റെ കപ്പലിലെ കുറച്ചാളുകളെ മേരി സെലസ്റ്റയിലേക്ക് അയച്ചു. അവർ കണ്ടെത്തിയത് വളരെ ദുരൂഹമായ കാര്യങ്ങളായിരുന്നു. കപ്പലിൽ മരിച്ചവരോ ജീവിച്ചവരോ ആയ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കപ്പലിലുണ്ടായിരുന്ന 10 പേരെയും ഒരു തുമ്പും കൂടാതെ തന്നെ കാണാതെയായി. കപ്പലിന്റെ അടിത്തട്ടിൽ 1 മീറ്ററിലധികം വെള്ളം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ കപ്പൽ മുങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. വെള്ളം നീക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പമ്പുകളിൽ ഒന്ന് വേർപെടുത്തിയിരുന്നു. ആൽക്കഹോൾ കേടുകൂടാതെ ഇരുന്നിരുന്നു. കപ്പലിലുണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് കാണാനുണ്ടായിരുന്നില്ല. എന്നാൽ ജീവനക്കാരുടെ എല്ലാ സാധനങ്ങളും ഭദ്രമായിരുന്നു. കപ്പലിലെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള 6 മാസക്കാലത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും കപ്പലിൽ സുരക്ഷിതമായിരുന്നു. കോമ്പസിന്റെ മുൻഭാഗം തകർന്നിരുന്നു. കപ്പലിൽ നിന്നും കാണാതെയായി എന്ന് തോന്നിയത് അതിലെ ആളുകളെയും ക്യാപ്റ്റന്റെ നാവിഗേഷൻ ഉപകരണങ്ങളും അദ്ദേഹത്തിന്റെ സ്വകാര്യ രേഖകളും മാത്രമാണ്. ഈ കണ്ടെത്തലുകൾക്ക് ശേഷം ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ഡീഗ്രാഷ്യ ക്രൂ മേരി സെലസ്റ്റിനെ ഏകദേശം 800 മൈൽ അകലെ ജിബ്രാൾട്ടിലേക്ക് വലിച്ചിഴയ്ക്കാൻ തീരുമാനിച്ചു. ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയായിരുന്നു ഇത്. മേരി സെലസ്റ്റയുടെ ഈ ദുരൂഹ സംഭവത്തിൽ ഡീഗ്രാഷ്യ എന്ന കപ്പലിലെ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഒരു അഭിഭാഷകന് സംശയമുണ്ടായിരുന്നു. എന്നാൽ 3 മാസത്തെ അന്വേഷണത്തിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിച്ചു. മേരി സെലസ്റ്റയിലെ ആളുകൾക്ക് എന്ത് സംഭവിച്ചു? 150 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ചോദ്യത്തിന് ഇന്നും ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കപ്പലിലെ ക്രൂവിന്റെയും ക്യാപ്റ്റന്റെ കുടുംബത്തിന്റെയും ഗതി എന്തായിരുന്നിരിക്കാം? ആർക്കും അറിയില്ല. സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന വിചിത്രമായ ദുരൂഹമായ സംഭവങ്ങൾക്ക് ഇതും ഒരു ഉദാഹരണം തന്നെയാണ്. ഇതിലെന്താണ് സംഭവിച്ചെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഇതൊരു ദുരൂഹത തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.